ഇന്ന് നമുക്ക് ഗോസ്റ്റ് വൈഫ് എന്ന സൂപ്പർ പ്രേതപ്പടമാണ്. കാമുകി മരിച്ചിട്ടും കാമുകനെ തേടി വരുന്നു. അവർ തമ്മിൽ ഒന്നാകുന്നു. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥയുടെ തുടക്കം ഹീറോയിനെ കാണിക്കുന്നു. അവൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വണ്ടി കയറാൻ നിൽക്കുമ്പോൾ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നു. നിന്നെ കാണാൻ സുന്ദരിയാണല്ലോ, നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനും 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമുക്ക് ഒന്നിച്ചു പോകാം. എന്നാൽ ബസ് നോക്കിയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരു കാറ് വിളിക്കുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ക്ലാസ്സിലേക്ക് പോയത്. ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുകയാണ്. ഇവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും പാട്ട് കേൾക്കുകയോ കറങ്ങാൻ പോവുകയും ചെയ്യുമായിരുന്നു. അവൻ എന്ത് മേടിച്ചു കൊടുത്താലും അവൾ അതിനുള്ള പൈസയൊക്കെ തിരിച്ചു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം അവൻ അവളോട് പറഞ്ഞു, നിനക്ക് ഞാൻ ട്യൂഷൻ എടുത്തു തരാം, നിനക്ക് അറിയാത്ത വിഷയങ്ങളെല്ലാം പറഞ്ഞു തരാമെന്ന് പറയുന്നു. അവൻ അവളെ പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ച് സമയം പോയത് അവൻ അറിഞ്ഞില്ല. കുറെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിൽ തന്നെ അവൻ കടക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ റെഡ് കളറിലെ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ അപ്പുറം നീ കടക്കാൻ പാടില്ല, ഇതിൻ്റെ ഇപ്പുറം ഞാനും വരില്ല എന്ന് പറയുന്നു. എല്ലാ ദിവസവും കറങ്ങാനായി പോകുമായിരുന്നു. സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു ട്യൂഷൻ കഴിഞ്ഞ് അവൻ കടന്നിരുന്നത്. ഒരു ദിവസം ആ പെണ്ണിനോട് ടീച്ചർ പറഞ്ഞു, വെൽഫെയർ ഓഫീസർ നിന്നെ കാണാൻ വന്നെന്ന്. അത് വേറെ ആരുമായിരുന്നില്ല, ഹീറോയുടെ അമ്മയായിരുന്നു. ഹീറോയുടെ അമ്മ അവനോട് ദേഷ്യപ്പെടുകയാണ്. അവളോടും, ഈ പെണ്ണിനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ, നീ എപ്പോഴും ഇവളുടെ കൂടെ കറങ്ങാൻ പോകുമല്ലേ, ഇനി മേലെ ഇത് ആവർത്തിക്കല്ലേ, ഇവള് സാധാരണക്കാരിയാ, നമ്മൾ പണക്കാരിയാ. ആ പെണ്ണോട് പറയുകയാണ്, നീ എൻ്റെ ചെറുക്കനെ വശത്താക്കിയേക്കുക, പണക്കാരനെ കണ്ടാൽ നിനക്ക് വശത്താക്കാമെന്നൊക്കെ പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഹീറോ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, അവൾ പാവമാണ്, അവളെ ഒന്നും പറയല്ലേ എന്ന് പറയുന്നു. എന്നാൽ അമ്മ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അവസാനം അവനെ വിളിച്ചുകൊണ്ട് പോകുകയാണ്. ഹീറോയിനെ വീട്ടിൽ വരുമ്പോൾ അമ്മ അവളെ സമാധാനിപ്പിക്കുന്നു. അവർ പണക്കാരാണ്, മോൾ അവനോട് കൂട്ടുകൂടേണ്ട, നമുക്ക് അവനെ കിട്ടില്ല, അവനാണെങ്കിൽ പണക്കാരനായതുകൊണ്ട് ഒരിക്കലും നമുക്ക് അവരുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല, നമ്മൾ പാവപ്പെട്ടവരല്ലേ. വീട്ടുകാർ പറയുന്ന മൈൻഡ് ചെയ്യാതെ ഇവർ രണ്ടുപേരും ഫോണിൽ മെസ്സേജ് അയക്കുവാനും തുടങ്ങി. ഒരു ദിവസം ഹീറോയുടെ അമ്മ പറയുകയാണ്, നീ ആ പെണ്ണിനെ കാണാൻ പോവല്ലേ, ഇനി നീ അങ്ങോട്ടേക്ക് പോകണ്ട, നിന്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകണം, വിദേശത്തേക്ക്. അതുപോലെ തന്നെ അവനെ അമേരിക്കയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഹീറോയിന് ഇതറിയുമ്പോൾ വളരെ സങ്കടത്തിലായിരുന്നു. അവൾ അമ്മ ആശ്വസിപ്പിക്കുകയാണ്. എന്നാലോ ഹീറോയിന് ഗർഭിണിയായിരുന്നു. ഇനിയെങ്കിലും അമ്മ അവൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിപ്പിക്കുമെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അവളെ അബോർഷൻ ചെയ്യാനായി നിർബന്ധിച്ചു. അതിനുശേഷം ആശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യുന്ന ഇടയ്ക്ക് അവൾ മരിച്ചു പോകുന്നു. അവളുടെ പ്രേതം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അവളുടെ അമ്മ ആ ബോഡിയിൽ പിടിച്ച് കരയുന്നത് അവൾ കാണുന്നു. അടുത്ത ദിവസം അമ്മയാണെങ്കിൽ ആ വീട് വിട്ടു പോകാനായി തീരുമാനിക്കുന്നു. എന്നാൽ മകളുടെ പ്രേതം അമ്മയെ വിടാതെ അമ്മയെ പീഡിപ്പിക്കുന്നു. അമ്മ അവിടുന്ന് ഓടിപ്പോകുന്നു. ആ വീടിൻ്റെ ഓണർ എല്ലാവരോടും പറയുന്നു ആ കുട്ടി മരിച്ചു പോയതെന്ന്. അവർക്കെല്ലാം ഞെട്ടലായിരുന്നു. ആ ഓണറിന് ഉറങ്ങാൻ പോലും കഴിയില്ല. TV വെച്ചാൽ പോലും അവളുടെ രൂപം കാണുന്നത് പോലെ തോന്നുമായിരുന്നു. അവിടെ ഉള്ളവരെയെല്ലാം ആ പ്രേതം ഭയപ്പെടുത്തുകയായിരുന്നു. ആ ഓണർ അമ്മയെ വിളിച്ച് പറയുകയാണ്, എങ്ങനെയെങ്കിലും അവളുടെ ആത്മാവിനെ ഇല്ലാതാക്കാനുള്ള ചടങ്ങുകൾ ചെയ്യാനായി പറയുകയാണ്. ഒരു ദിവസം ആ അമ്മയാണെങ്കിൽ പ്രേതത്തെ ഓടിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുന്നു. അവളെയും കൊണ്ട് ആ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ ആ പ്രേതം പേടിപ്പിക്കുന്നു. അവൾ അവിടുന്ന് ഓടിപ്പോകുന്നു. അതിനുശേഷം ഒരു ആൻറ്റി അങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. അങ്ങോട്ടേക്ക് നോക്കുമ്പോഴോ ആ കുഞ്ഞിനെ കണ്ട് ആൻറ്റി പേടിച്ചോടുകയാണ്. ആ കുഞ്ഞ് പ്രേതത്തിൻ്റെ കുഞ്ഞായിരുന്നു. ഹീറോയാണെങ്കിൽ ആ പെണ്ണിനെ ഫോൺ ചെയ്യുകയാണ്. അവൾ മരിച്ചു പോയ കാര്യമൊന്നും ഹീറോ അറിഞ്ഞിട്ടില്ല. അതിനുശേഷം മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. ഇനി എങ്ങനെയും അവളെ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആൻറ്റിയോട് ഞാൻ ക്യാമ്പിന് പോവുകയാണെന്ന് പെർമിഷൻ കിട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് അവളെ കാണാനായി. അടുത്ത ദിവസം ഒരാൾ ലിഫ്റ്റിൽ കയറിയേക്കുകയായിരുന്നു. അവിടേക്ക് ആ പ്രേതം വരികയാണ് കുഞ്ഞുമായിട്ട്. അദ്ദേഹം കള്ളു കുടിച്ചത് കൊണ്ട് തന്നെ പ്രേതമാണെന്ന് അവൻ അറിയില്ലായിരുന്നു. ഒരു കുഞ്ഞും അമ്മയുമാണെന്ന് വിചാരിച്ച് കുഞ്ഞിനെ കൊഞ്ചിക്കുകയായിരുന്നു. ഉടനെ തന്നെ ആ കുഞ്ഞ് ആക്രമിക്കുകയാണ്. അവൻ പേടിച്ചോടുകയാണ്. ആ വീട്ടിലെ ഓണർ ആണെങ്കിൽ അമ്മയോട് ചെന്ന് പറയുകയാണ്, എങ്ങനെയെങ്കിലും ആ പ്രേതത്തെ ഇവിടുന്ന് മാറ്റണം, ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അവൾ കാരണം. അമ്മ കുറച്ചു നേരം കഴിയുമ്പോൾ ഓണറെ ഫോൺ വിളിക്കുകയാണ്. എന്നാൽ ആ ഫോൺ എടുക്കുന്നതോ ആ മോളായിരുന്നു, ആ പ്രേതം. അവൾ പറയുകയാണ്, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ നിങ്ങൾക്ക് ശല്യം ചെയ്യില്ല എന്ന്. അപ്പോൾ അമ്മ അത് കേൾക്കുമ്പോൾ പേടിച്ച് മാറുന്നു. അടുത്ത സീനിൽ ഓണർ ആണെങ്കിൽ ഒരു മന്ത്രവാദിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. ആ മന്ത്രവാദിയാണെങ്കിൽ അവൾ താമസിച്ച മുറിയിൽ വന്ന് നോക്കുകയാണ്. ആ സമയത്ത് ആ ഓണറിൻ്റെ കയ്യിൽ ആ പ്രേതത്തിൻ്റെ കുഞ്ഞായിരുന്നു. അതാണ് ഈ മൃഗീയമായ ഒരു രൂപമായിരുന്നു. അത് കണ്ടിട്ട് ഓണർ കാറുകയാണ്. മന്ത്രവാദി അകത്തേക്ക് വരുമ്പോൾ ആ പ്രേത മന്ത്രവാദിയെ ഓടിച്ചു വിടുകയാണ്. അതിനുശേഷം ഹീറോ അങ്ങോട്ടേക്ക് വരുന്നു. ഹീറോ നോക്കുമ്പോൾ അവളെയും കുഞ്ഞിനെയും കാണുന്നു. ഹീറോ അറിഞ്ഞിട്ടില്ല അവൾ മരിച്ചുപോയ കാര്യം. എന്നാൽ അവളുമായി സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഹീറോ. അതിനുശേഷം നമുക്ക് വെളിയിൽ പോയി ഫുഡ്
ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോൾ അവൾ വരാൻ കൂട്ടാക്കുന്നില്ല. ഹീറോ പറയുവാണ് ഞാൻ പോയി ഫുഡ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അവിടെയുള്ള ആൾക്കാരെല്ലാം വളരെ പേടിച്ചാണ് അവനെ നോക്കുന്നത്. ആരും അവനോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഒരു പെണ്ണ് അടുത്തേക്ക് വരികയാണ് കാര്യങ്ങൾ പറയാൻ. ആ സമയം അവൻ മൈൻഡ് ചെയ്യാതെ പോകുന്നു. ഹീറോ ആ പെണ്ണിനോട് പറയുകയാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒളിച്ചൊളിച്ച് കാണേണ്ടതല്ല, നമ്മൾ ഒരുമിച്ച് ജീവിക്കണം. എന്തായാലും ഞാൻ ഇത് അമ്മയോട് പോയി പറയാൻ പോകുകയാന്ന് പറയും. അപ്പോൾ അവൾ പറയുകയാണ് ഇവിടെ തന്നെ നിന്നാൽ മതി, എങ്ങും പോകണ്ട എന്ന് പറയുകയാണ്. പെട്ടെന്ന് അവൻ എന്തോ ഒരു അത്യാവശ്യം വന്ന് അവളോട് പറയാതെ വീട്ടിലേക്ക് പോകുകയാണ്. വീട്ടിൽ ചെന്ന് അമ്മയോട് അവൻ പറയുകയാണ് എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുകയാണ്, എനിക്കൊരു കുഞ്ഞുണ്ടെന്നും പറയും. അപ്പോൾ അമ്മ പറയും അവൾ മരിച്ചിട്ട് കുറേ നാളായി, നീ ഇതൊന്നും അറിഞ്ഞില്ലേ? അവൻ പറയുകയാണ് അമ്മ ഇങ്ങനെ കള്ളം പറയല്ലേ, ഞങ്ങൾ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെ പറയുന്നത്, ഞാനിപ്പോൾ അവളെ കണ്ടിട്ടേ വന്നതെന്ന് പറയുന്നു. പക്ഷെ അമ്മ പറയുന്നു അല്ലടാ, അവൾ മരിച്ചിട്ട് കുറേ നാളായെന്ന്. അവൻ അതൊന്നും വിശ്വസിക്കാതെ തിരിച്ചു പോകുന്നു. അവൻ അവിടേക്ക് വന്നതിന് ശേഷം ആ കുട്ടിയെ എടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു മൃഗീയമായ രൂപം അത് കണ്ട് അവൻ പേടിച്ച് ഫോൺ താഴേക്ക് ഇടുകയാണ്. അപ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നു എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. അവരോട് ഒന്നിച്ചിരുന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു. അപ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അടുത്ത സീനിൽ മന്ത്രവാദിയെ കാണിക്കുന്നു. മന്ത്രവാദി പറയുന്നത് അവളുടെ ആത്മാവിന് കാമുകന്റെ കൂടെ ജീവിക്കണമെന്ന ആഗ്രഹം, അതുകൊണ്ടാണ് ഇവിടം വിട്ടു പോകാത്തത്. അവരുടെ അമ്മ പറയുന്നു, കെഞ്ചി പറയുകയാണ് എങ്ങനെയെങ്കിലും ഈ ആത്മാവിനെ ഇവിടുന്ന് മാറ്റണമെന്ന്. അതുകൊണ്ട് തന്നെ മന്ത്രവാദിയെ വിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പോകുകയാണ്. മന്ത്രവാദി വന്ന കാര്യം ആ പ്രേതത്തിന് മനസ്സിലാകുകയാണ്. അവൾ പറയുകയാണ് അവനോട് കുഞ്ഞുമായിട്ട് നീ ഭക്ഷണം മേടിച്ചോണ്ട് വാ എന്ന് പറയുന്നു. ഞാനിപ്പോൾ പോകുന്നില്ലെന്ന് പറയുമ്പോൾ അവൾ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അവൻ ആ കുഞ്ഞുമായിട്ട് പോകുന്നു. മന്ത്രവാദിയാണെങ്കിൽ മുറിയിലേക്ക് വരുന്നു. ഭയങ്കരമായ കാറ്റുണ്ടാകുന്നു. എന്നാൽ ആ മന്ത്രവാദി പേടിക്കാതെ മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. ആ പ്രേതം എങ്ങനെയെങ്കിലും അവളെ മാറ്റുവാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ മന്ത്രവാദി അവിടുന്ന് പോകാതെ മന്ത്രം ചൊല്ലുന്നു. കുറേ നേരത്തെ പോരാട്ടത്തിന് ശേഷം മന്ത്രവാദി അവളെ കൺട്രോൾ ആക്കുന്നു. ആ സമയത്താണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത് കുഞ്ഞുമായിട്ട്. അവൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ഇവിടെയെന്ന്. അപ്പോൾ മന്ത്രവാദി പറയുകയാണ് നിന്റെ ഇരിക്കുന്ന ഈ കുഞ്ഞ് പ്രേതമാണ്, അവളും മരിച്ചുപോയെന്ന് പറയുകയാണ്. അവൻ പെട്ടെന്ന് ആ കുഞ്ഞിനെ നോക്കുമ്പോഴോ ആ കുഞ്ഞിൻ്റെ ആ രൂപം കണ്ട് അവൻ പേടിച്ച് കുഞ്ഞിനെ താഴേക്ക് ഇടുകയാണ്. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത്. പെട്ടെന്ന് ഹീറോ താഴേക്ക് വീഴുകയാണ്. അയ്യോ ഇവള് പ്രേതമായിരുന്നു, ഇത്രയും നാൾ ഞാൻ ഇവളുടെ കൂടെയല്ലേ നിന്നത്. പഴയ കാര്യങ്ങളെല്ലാം അവൻ ഓർക്കുകയാണ്. അവൻ സങ്കടത്തോടെ ഓടിപ്പോകുമ്പോൾ വണ്ടി ഇടിക്കുകയാണ്. അങ്ങനെ അവൻ മരിക്കുന്നു. അതിനുശേഷം അവൻ്റെ ആത്മാവും അവളുമായി ഒന്നിക്കുകയാണ്. മന്ത്രവാദി പറയുകയാണ് നിന്റെ ആഗ്രഹം പോലെ നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടനെ ഇവിടുന്ന് പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ ആ പെണ്ണ് കെഞ്ചുകയാണ് ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്, ഞങ്ങൾ ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചോളാം, ആർക്കും ഒരു ശല്യം ചെയ്യില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ആ മന്ത്രവാദി പറയാണ് ഈ മുറിയിൽ നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഈ മുറിയിൽ നിങ്ങൾ താമസിച്ചോളൂ എന്ന് പറയുന്നു. അതിനുശേഷം മന്ത്രവാദി ആ മുറി പൂട്ടിയിട്ടിട്ട് അവിടുന്ന് പോകുന്നു. അതിനുശേഷം ആ രണ്ട് ആത്മാക്കളും ഒന്നിക്കുന്നു. മരിച്ചാലും സ്നേഹം മാറില്ല എന്നാണ് ഈ കഥ കാണിക്കുന്നത്. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത കഥയായി വരാം. ബൈ.